warahmatullahi ta'ala wabarakatuh. Bismillahirrahmanirrahim. Adiyabal mahidarai padachu vecha Muhammada Badrilum badrlengidum nore kanuvan vidiye kalla മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സുനമേ ഇഷ്കരിയാതെ ചൊല്ലിടും ദേവർ സ്നേഹഗീതവും കേൾക്കണേ പാപമാലെ കറുത്ത് പോയോരോ കൽബും കൊണ്ടിവർ വന്നിതാ പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹി അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലി ഫായിസിന ബിറദല്ലാഹ് അമ്മാ ബഅദ് رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اللهم انا نعوذ بك من علم الله لا ينفع അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുമിച്ച് കൂടി സ്വീകരിക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മീയതയുടെ രമണീയമായ അന്തരീക്ഷത്തിൽ നാം സർവ്വസന്നദ്ധരായി ഒരുമിച്ച് കൂടി നിൽക്കുന്നത് തികച്ചും നമുക്ക് പ്രഭാഷണത്തിന് ആവശ്യമില്ല. ആദ്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിലാണ്. ഈ ഒരു സുസ്ഥിരമായ ഒരു ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാം പൂർവികർക്കും അതുപോലെ തന്നെ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ മറപ്പെട്ട് കിടക്കുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിജയത്തിന്റെയും പരാജയത്തിന്റെയും മർമ്മത്തിന്റെ അനീതിയുടെയും അധർമ്മത്തിന്റെയും ഇരുണ്ട കലായുഗത്തിലേക്ക് കലാ ഇതിഹാസങ്ങൾ കൊണ്ട് കലാവലയങ്ങൾ സൃഷ്ടിക്കുന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഇരുണ്ട അറേബ്യൻ മധ്യതെരുവിലേക്ക് ഇരുട്ടിന്റെ ആഞ്ഞടിച്ചു പോയ അറേബ്യൻ മലയിടുകളിലേക്ക് പ്രവാചകത്തിന്റെ പ്രകാശത്താൽ അല്ലാഹു നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് ആത്മീയ നേതാവായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കപ്പെട്ടു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിലാണ് ഞാൻ നിങ്ങളും അടങ്ങുന്ന സർവ്വതും ഇന്ന് സന്നിധരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ശീർഷകത്തിൽ പറഞ്ഞു വെച്ച ഈ നവീകരണ സൗകര്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് പോലെയുള്ള നവീകരണ സൗകര്യങ്ങളിൽ നിന്ന് നാം അണിനിരക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, പ്രിയമുള്ളവരെ, ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഒരു മുഅ്മിൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാഖിൽ ധ്യാനത്തിലിരിക്കുന്ന പ്രവാചകരുടെ സന്നിധിയിലേക്ക് അല്ലാഹുവിന്റെ വഹിയുമായി കടന്നുവരാറുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്ന പ്രവാചകരുടെ സന്നിധിയിലേക്ക് അല്ലാഹുവിന്റെ വാക്യങ്ങളായ അമാനുഷികമായ മാസ്മരികമായ വാക്യങ്ങൾ അവിടെ നോക്കിക്കൊടുക്കുന്നുണ്ട്. ലോകത്തിന് മുഴുവൻ റഹ്മത്തായിട്ടല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിനെ ഇറക്കിയിട്ടില്ല എന്ന് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ ജിന്തുക്കളാകട്ടെ, മനുഷ്യവർഗമാകട്ടെ, ജീവനില്ലാത്ത വസ്തുക്കളാകട്ടെ, നാൽക്കാലികൾ വസ്തുക്കളാകട്ടെ, ഏതൊരു വസ്തുക്കളാകട്ടെ, ആ വസ്തുക്കൾക്ക് മുഴുവനായിട്ടും അല്ലാഹുവിന്റെ ഹബീബിനെ റഹ്മത്തല്ലായിട്ടല്ല ഞാൻ ഇറക്കിയിട്ടില്ല എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ലോകത്തിനോട് വിളിച്ചു പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? പണ്ട്
മദീനയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലെ ഖുതുബയ്ക്കിടയിൽ വിളിച്ച് സഹാബത്താകെ ആശ്ചര്യപൂർവ്വം നിൽക്കുകയാണ്. എവിടുന്നോ ഒരു ഹൃദയ നമ്പരങ്ങൾ താങ്ങാൻ സാധിക്കാതെ ഹൃദയം ഛേദിച്ചുകൊണ്ട് വേദനാജനകമായി കരച്ചിൽ കേൾക്കുകയാണ്. എവിടുന്നാണ് ആ കരച്ചിൽ കേൾക്കുന്നതെന്ന് സഹാബത്തിന് അറിയുന്നില്ല. ആ കരച്ചിൽ കേൾക്കുന്ന എവിടുന്നാണെന്നറിയാതെ സഹാബത്ത് വ്യാകുലപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുതുബയ്ക്ക് ശേഷം സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലേ, എവിടുന്നാണ് ആ കരച്ചിൽ കേട്ടത്? ഹൃദയ നമ്പരങ്ങൾ താങ്ങാൻ സാധിക്കാതെ വേദനാപുളകമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തേങ്ങൽ എവിടുന്നാണ് സഹാബ ആ തേങ്ങൽ കേട്ടത്? അന്ന് വരെ റസൂല് ഖുതുബ നിർവഹിച്ചിരുന്ന ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അന്ന് നിർവഹിച്ചിരുന്നത് ആ മെമ്പറിലായിരുന്നില്ല, അന്ന് നിർവഹിച്ചിരുന്നത് പുതിയൊരു മെമ്പറിലായിരുന്നു. ആ മെമ്പറിൽ നിന്നാണ് ആ കരച്ചിൽ കേട്ടത്. എന്തേ കേൾക്കാൻ കാരണം? എന്റെ റസൂലിന്റെ സവിധം ഇനി കൊള്ളാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ റസൂലിന്റെ ബറക്കത്തെടുക്കാൻ സാധിക്കില്ലോ എന്ന് പറഞ്ഞു. എന്റെ റസൂലിന്റെ സവിധം കൊള്ളാൻ, എന്റെ റസൂലിന്റെ സ്പർശനമേൽക്കാൻ സാധിക്കില്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയ ആ മെമ്പറിന്റെയും റസൂലിന്റെയും ആത്മീയബന്ധം നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരൊരിക്കലും മദീനയിൽ റസൂൽ നടന്നു പോകുമ്പോൾ ഒരു മാൻകുട്ടിയെ കാണാനിടയായി, ഒരു മാനിനെ കാണാനിടയായി. ആ മാനിനെ വേട്ടക്കാരൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ മാനിനെ വേട്ടക്കാരൻ പിടിച്ചു വെച്ച അവസരത്തിൽ ആ മാൻ ലോകത്തിന്റെ നായകൻ തങ്ങളെ കണ്ടപ്പോ ആ മാൻപേട ഓടി വന്നുകൊണ്ട് റസൂലിനോട് പറയുന്നുണ്ട്, അല്ലയോ റസൂലേ, ഈ വേട്ടക്കാരൻ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ വേട്ടക്കാരൻ അകത്ത് അദ്ദേഹത്തിന്റെ കിണിയിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവസാനമായിട്ട് എന്റെ മക്കളോടൊന്ന് പോയി സലാം പറഞ്ഞു വരാൻ എനിക്കൊരു അവസരം തരൂ റസൂലേ. എന്നാൽ റസൂലിനോട് ആ മാൻപേട ചോദിച്ചപ്പോൾ ആ മാൻപേടയോട് റസൂല് കരുണ കാണിക്കുന്ന രീതി ചരിത്രത്താളുകൾ നമുക്കിന്ന് കാണാം. ആ വേട്ടക്കാരനോട് പറയുകയാണ്, ഈ മാൻപേടക്ക് പകരമായിട്ട്, ഈ നാൽക്കാലിയായ മാൻപേടക്ക് പകരമായിട്ട്, മനുഷ്യ ഭാഷയിൽ പറഞ്ഞാൽ സംസാര ശേഷി പോലും ഇല്ലാത്ത ഈ മാൻപേടക്ക് പകരമായിട്ട് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷ്യത്വം വഹിച്ചപ്പോൾ അവിടെ ജാമ്യം നിൽക്കുകയാണ്. ആർക്ക് വേണ്ടി? നാൽക്കാലിയായ ഒരു മൃഗത്തിന് വേണ്ടി. ആ നാൽക്കാലിയായ മൃഗത്തിന് വേണ്ടി സാക്ഷ്യത്വം വഹിക്കുകയാണ്. അവിടെ ജാമ്യം നിൽക്കുകയാണ് ലോകത്തിന്റെ നായകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മാൻപേട തന്റെ വീട്ടിലേക്ക് ഓടിപ്പോയിക്കൊണ്ട് തന്റെ മക്കളോട് സലാം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മക്കളെ, ഞാൻ എന്റെ വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് നിങ്ങളോട് സലാം പറയാൻ വരാൻ വേണ്ടി ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ജാമ്യം നിർത്തിയത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു പോയേ പറ്റൂ. അങ്ങനെ ഓടിക്കിടച്ചു വരുന്ന മാൻപേടയെ കണ്ടുകൊണ്ട് ആ വേട്ടക്കാരൻ നിശ്ചലമായി പോയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ സ്വന്തം തീരത്തിലേക്ക് റസൂലിനെ, ആ മനുഷ്യനെ കടത്തിവിടാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗദർശനം എനിക്ക് കാണിച്ചു കൊടുക്കാനില്ല. ഇതായിരുന്നു പ്രവാചകയുടെ മാതൃക. ഇതായിരുന്നു പ്രവാചകന്റെ ജീവിതാശൈലി. ഇതായിരുന്നു പ്രിയമുള്ളവരെ പ്രവാചകന്റെ ജീവിതാശൈലി. ഒരിക്കൽ കഅബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് മുമ്പിൽ കടന്നു വരുന്നതിന് മുമ്പ്, ഇസ്ലാമിന്റെ ശാന്തന തീരത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് റസൂലിനെ പറ്റി മോശമായിട്ട് കവിത എഴുതിയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു. കഅബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിലേക്ക്, ഇസ്ലാമിന്റെ ശാന്തന തീരത്തിലേക്ക് കടന്നു വരുന്നൊരു അവസരമുണ്ട്. അദ്ദേഹം പ്രക്ഷഗ്നമായ രൂപത്തിൽ മുഖമൊക്കെ മറച്ച് കെട്ടിയിട്ട് കഅബ് റളിയല്ലാഹു അൻഹു കടന്നു വരിക. കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, കഅബ് റളിയല്ലാഹു അൻഹു, റസൂലെ, ഖുറൈശികൾ എന്തെങ്കിലും ചെയ്യോ? റസൂൽ പറഞ്ഞില്ല, ഖുറൈശികൾ ഞങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങൾ കഅബിനെ എന്തെങ്കിലും ചെയ്യോ? ഇല്ല, കഅബിനെ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് ആ പ്രച്ഛന്നമായ രൂപത്തിൽ വന്ന ആ മനുഷ്യനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ പ്രച്ഛന്നമായ രൂപത്തിൽ വന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഖത്തിലുണ്ടായിരുന്ന ആര് വിരിമാറ് മാറ്റിക്കൊണ്ട് കാണിച്ചു, അത് കഅബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമില് വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ വളരെയധികം മോശമായ റസൂലിനെ പറ്റി ആ കവിതകൾ പോലും കഅബയിൽ തൂക്കിയിട്ടിരുന്ന അത്രമേൽ മോശമായി കവിതയിരുന്ന ആ മനുഷ്യൻ എന്നോട് റസൂല് പറയുന്നൊരു വാക്യമുണ്ട്, കഅബേ, ഒരു പാട്ട് കൂടി എനിക്ക് വേണ്ടി പാടുക കഅബേ. ആ കഅബ് റളിയല്ലാഹു അൻഹു ഒരു പാട്ട് പാടണം. അങ്ങനെ റസൂൽ തന്റെ തോളത്തിരുന്ന ഷാൾ എടുത്ത് റസൂൽ ആ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ തോളത്തിൽ അണിഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു സമ്മാനമായി നൽകുകയാണ്. ഇതിനേക്കാൾ മനോഹരമായിട്ട് ഇസ്ലാമിന്റെ ശാന്തന തീരത്തിലേക്ക് കഅബ് റളിയല്ലാഹു അൻഹു ഒരു മാതൃക കാണിച്ചു കൊടുക്കാനുണ്ടോ? ജീവിതത്തിനേക്കാൾ, വാക്കിനേക്കാൾ ഉച്ചരത്തിൽ ജീവിതം സഞ്ചരിക്കുക, വാക്കിനേക്കാൾ ഉച്ചരത്തിൽ ജീവിതം സംസാരിക്കുക എന്ന് പറയുന്ന ഉത്തമ ഉദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഒരിക്കലും മക്കയിലെ കഅബയുടെ താക്കോല് ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. അദ്ദേഹം ഖുറൈശിയിൽപ്പെട്ട